ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ കുക്കിംഗ് വീഡിയോക്കൊക്കെ അവധി കൊടുത്ത് നമ്മളിന്നൊരു യാത്രയുമായി ഒരു ഫ്രണ്ടിൻ്റെ ഹൗസിൽ പോകാനുള്ള വഴിയാണ്. അതിനായിട്ട് ഇതേ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് ചേട്ടായി ഉണ്ട്, ചേട്ടായിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാനുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ പോകുന്ന വഴി നിങ്ങൾക്ക് കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാമെന്നോർത്തു. ഭാഗ്യം കൊണ്ടെന്തോ ഇന്ന് നല്ല ക്ലൈമറ്റ് ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് വിൻ്ററിൽ പുറത്തേക്ക് ഇറങ്ങാനേ തോന്നില്ല. ഓൺ ദി വേ ഒരു അടിപൊളി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഡറിൽ ഡോർ. മേ ബി നിങ്ങളെല്ലാം യൂട്യൂബിൽ കണ്ടിരിക്കും. നല്ല ഒരു അടിപൊളി ബീച്ച് സൈഡാണ്. നമുക്ക് എന്താണേലും ഒന്ന് പോയി നോക്കാം. പോകുന്ന വഴി 2 സൈഡുകളിലും നമുക്ക് അടിപൊളി വ്യൂസാണ്. കണ്ണെടുക്കാൻ തോന്നാത്ത വിധം കാഴ്ചകൾ 2 സൈഡിലും ഉണ്ടായിരുന്നത് കൊണ്ട് എന്തുകൊണ്ടോ ഞാൻ ഉറങ്ങിയില്ല. നാട്ടിലാണെങ്കിൽ കാറിൽ കയറുമ്പോൾ തൊട്ട് ലോങ് ട്രിപ്പ് പോവുകയാണെങ്കിൽ ഞാൻ സുഖമായി കിടന്നുറങ്ങുന്നതായിരിക്കും. പക്ഷേ ഇവിടെ എന്തോ ഇഷ്ടംപോലെ കാഴ്ചകൾ കാണാനുള്ളതുകൊണ്ട് എന്താണേലും ഡെസ്റ്റിനേഷൻ എത്തുന്നത് വരെ ഞാൻ ഉണർന്ന് തന്നെ ഇരുന്നു. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏകദേശം അടുക്കാറായിരിക്കുന്നു. സിറ്റി സൈഡൊക്കെ കഴിഞ്ഞ് നല്ല കൺട്രി സൈഡ്, നല്ല ഗ്രാമപ്രദേശത്തേക്കാണ് വന്നിരിക്കുന്നത്. 2 സൈഡും നോക്കിയാലും നല്ല പച്ചപ്പും. ഈ കാണുന്നതെല്ലാം കോട്ടേജസ് ആണ്. ഇവിടെ നമ്മൾ ക്യാരവാൻ സ്റ്റേ എന്ന് പറയും. ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം വിത്ത് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് നമുക്ക് വന്നിട്ട് 1-2 ദിവസം സ്റ്റേ ചെയ്ത് ഈ വ്യൂസ് എല്ലാം ആസ്വദിച്ച് പോവാം. ഗേസ്, ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഡറിൽ ഡോർ. അടിപൊളി വ്യൂ, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. ക്ലൈമറ്റ് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ വന്നപ്പം നല്ല സൺലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ പിന്നെ നോക്കി നിൽക്കുമ്പോഴാണ് ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നത്. ഇപ്പം നമുക്കൊരു സൺസെറ്റിൻ്റെ സമയമായി. റോയിഡോണിൽ നിന്ന് വന്നപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂർ എടുത്തു ഇവിടെ റീച്ച് ആവാനായിട്ട്. കാറൊക്കെ നമ്മൾ മേളിൽ തന്നെ പാർക്ക് ചെയ്ത് പിന്നെ ഒരു 20 മിനിറ്റ് നമ്മൾ താഴോട്ട്, നല്ല കുത്തനെ ഇറക്കമാണ്, ഒരു 20 മിനിറ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാലാണ് കറക്റ്റ് ബീച്ചിൻ്റെ സൈഡിലേക്ക് എത്തത്തുള്ളൂ. അപ്പം ഞങ്ങളിതേ അങ്ങനെ ഓൾറെഡി മേളിൽ വെച്ചൊന്ന് റീചാർജ് ചെയ്തിട്ടാണ് വന്നത്. കാരണം 4 മണിക്കൂർ യാത്രയുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം ഫുഡൊക്കെ കരുതിയിരുന്നു. കാറിൽ തന്നെ ഇരുന്ന് പൊതിഞ്ഞുകൊണ്ട് വന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ പയ്യതേ യാത്ര താഴോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാക്കറ്റ് എന്താണെങ്കിലും ഇട്ടത് നന്നായി. നല്ല തണുപ്പും കാറ്റുമാണ്. ശരിക്കും നമ്മളിവിടെ വരേണ്ടത് സമ്മറിലാണ്. സമ്മറിൽ വന്നു കഴിഞ്ഞാലാണ് ശരിക്കും നമുക്ക് സ്ഥലമെല്ലാം ഒന്ന് എക്സ്പോസ് ചെയ്യാനും ബീച്ചിലൊന്ന് ഇറങ്ങാനും ഒക്കെ പറ്റത്തുള്ളൂ. ഇപ്പം തണുപ്പ് കൊണ്ട് നമ്മൾ ബീച്ചിൽ ഇറങ്ങാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മൾ ജസ്റ്റ് വ്യൂ ഒക്കെ കണ്ട് തണുത്ത് വിറച്ച് വരാം എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ജസ്റ്റ് പാർക്കിംഗ് ഫീസ് മാത്രമേ ഉള്ളൂ. അതുകൂടാണ്ട് നമുക്ക് വേറെ എൻട്രി ഫീയോ അങ്ങനെ സെപ്പറേറ്റ് ചിലവുകളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് തന്നെ നല്ല ഫ്രീ ബഡ്ജറ്റിൽ വന്നിട്ട് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്ത് കണ്ട് രസിച്ച് പോകാൻ പറ്റുന്ന നല്ല പറ്റിയൊരു സ്ഥലമാണ്. നമ്മളങ്ങനെ നടന്ന് താഴെ ഏകദേശം എത്തുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. ഇനിയും നമുക്ക് സൈഡ് സ്റ്റെപ്പും എല്ലാം ഉണ്ട് താഴെ ബീച്ചിലോട്ട് ഇറങ്ങാനായിട്ട്. സൺസെറ്റൊക്കെ ആയതുകൊണ്ട് സ്കൈയുടെ കളറ് ആ വെള്ളത്തിൽ അതേപടി പ്രതിഫലിച്ചിട്ടുണ്ട്. ഒരു നല്ല ബ്ലൂ കളർ വാട്ടറാണ്. നമുക്ക് കണ്ടിരിക്കാൻ തോന്നിപ്പോകും, കണ്ണെടുക്കാൻ തോന്നില്ല അതുപോലെ. ഇതാണ് നമ്മുടെ മെയിൻ എക്സാക്റ്റ് പോയിൻ്റ്. ഇതൊരു നാച്ചുറൽ ലൈംസ്റ്റോൺ ആർച്ചാണ്.
കാണാൻ എന്ത് ഭംഗിയാന്ന് വെച്ചാൽ നിങ്ങളൊന്ന് വന്ന് കാണണം ഗൈസ്. സൂപ്പറാണ്, സൂപ്പർ. ഈ ഒരു എൻട്രൻസ് മാത്രമല്ല, നമുക്ക് വേറെ വേയിൽ വന്നു കഴിഞ്ഞാൽ ബോട്ടിംഗ് ഒക്കെ ചെയ്ത് ഈ എൻട്രൻസിൽ കൂടെ ഇപ്പോൾ ഈ പറഞ്ഞ ആർച്ചിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് പോവാം. കാണുന്നില്ലേ ഗൈസ്, ഒരു സായി പപ്പൻ അവിടെ ചൂണ്ടയും പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി. മീൻ ഇതുവരെ കിട്ടിക്കണ്ടില്ല. ഞങ്ങൾ വരുന്നവരെ പുള്ളി മാറ്റി മാറ്റി സ്ഥലം പരീക്ഷിക്കുന്നുണ്ടെങ്കിലും ഒന്നും കിട്ടിക്കണ്ടില്ല. എൻ്റെ കൂടെയും ഉണ്ട് ഗൈസ് എൻ്റെ ചേട്ടായി. ഒന്നും പറയാനില്ല. മീൻ പിടുത്തം എന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു മെയിൻ ഹോബിയാണ്. ആ തൊടുപുഴ പുഴയിലെ മീനൊക്കെ പുള്ളി ഇങ്ങോട്ട് വന്നത് കൊണ്ട് ദൈവത്തിനോട് നന്ദി പറയുന്നുണ്ടായിരിക്കും. അല്ലേ പോവും. ഒരു ഓഫ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സൺഡേയും അപ്പോൾ പോവും. വള്ളവും വലയും മാത്രം ഇല്ലെന്നേ ഉള്ളൂ. ചൂണ്ടയും പിടിച്ച് അപ്പോൾ പോവും മീൻ പിടിക്കാനായിട്ട്. അതുകൊണ്ട് പുള്ളി ഇപ്പോഴേ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച്, നെക്സ്റ്റ് ടൈം ഇവിടെ വരുമ്പോൾ ചൂണ്ട കൊണ്ട് വരുമെന്നത് മസ്റ്റ്. എന്താണെങ്കിലും നമുക്ക് ഒരു ദിവസം ഇവിടെ വന്ന് കാരവാനിലൊക്കെ സ്റ്റേ ചെയ്ത് ഫിഷിങ്ങും അതുപോലെ തന്നെ നമുക്ക് നല്ല ഗ്രിൽഡ് മീനൊക്കെ ചെയ്ത് അടിച്ച് പൊളിക്കാം ഗൈസ്. കൂടെയുള്ളതാണ് നമ്മുടെ ചേട്ടായിയുടെ ചങ്ങായി ഗിരി. അവനാണ് ഫുൾ പിക്ചറും എല്ലാം എടുത്ത് നമുക്ക് തന്നത്. നമ്മൾ ഈ തണുപ്പത്ത് വെള്ളത്തിലൊന്നും ചാടാൻ നിന്നില്ല. കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ പയ്യെ തിരിച്ച് കയറാൻ തുടങ്ങി. അങ്ങോട്ട് പോയ എനർജി ഒന്നും ഇല്ലായിരുന്നു തിരിച്ച് കയറാൻ. നല്ല കുത്തനെ കയറ്റമായിരുന്നു. വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല ഗൈസ്. തിരിച്ച് കയറിയപ്പോൾ ഒരു രക്ഷയില്ലാത്ത കയറ്റമായിരുന്നു. ഇരുന്നിരുന്ന് ഇടയ്ക്ക് റെസ്റ്റൊക്കെ എടുത്ത് കയറി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയി ഫ്രഷപ്പൊക്കെ ആയി ഫുഡൊക്കെ കഴിച്ച് രാത്രിയോടെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കഴിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്ത് ആണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. ഒരു പിസ്സ മേടിക്കാൻ ശരിക്കും കയറിയതാണ്. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഡ്യൂട്ടി ഉണ്ട്. എന്നാൽ പിന്നെ ഒരു ചിക്കനൊക്കെ മേടിച്ച് ഫ്രീസറിലോട്ട് വയ്ക്കാം എന്ന് വിചാരിച്ച് മേടിച്ചെന്നേ ഉള്ളൂ. വീട്ടിൽ ചെന്ന് കഴിക്കാനുള്ള പിസ്സയൊക്കെ ആയിട്ട് ഞങ്ങൾ ഏകദേശം ഷോപ്പിംഗ് തീർക്കാറാക്കുന്നു. ക്രിസ്മസ് ആയതുകൊണ്ട് ചോക്ലേറ്റൊക്കെ ഓഫറിന് വന്നിട്ടുണ്ട്. ബ്ലാക്ക് ഫ്രൈഡേ ഓഫറിന് നല്ല വെറൈറ്റി ഇഷ്ടം പോലെ ചോക്ലേറ്റ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഷോപ്പിങ്ങൊക്കെ ഏകദേശം തീർന്നിരിക്കുകയാണ്.
അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ. ബായ്.